ഹായ് ഓൾ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തത് നമ്മുടെ GPIO-Aയുടെ ബേസ് അഡ്രസ്സുകളെല്ലാം നമ്മൾ ഇതേപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് HB1-നകത്തുള്ള പെരിഫറൽസിൻ്റെ ബേസ് അഡ്രസ്സുകളെല്ലാം ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്കി ബസ്സിലുള്ള പെരിഫറൽസിൻ്റെ ബേസ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്ത് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ GPIO-Aയുടെ ബേസ് അഡ്രസ്സുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഞാൻ ബാക്കിയുള്ള ഇപ്പോൾ HB1 ബാക്കി ഏതൊക്കെ പെരിഫറൽസ് ഉണ്ട് അതിൻ്റെ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. HB2, APB1, APB2 എല്ലാത്തിൻ്റെയും ഇതേപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GPIO-Aയുടെ ഉണ്ട്. ഇപ്പോൾ HB1-നകത്തുള്ള എല്ലാ സാധനങ്ങളും ഇത് എല്ലാതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല ആക്ച്വലി. പക്ഷേ നമ്മളൊരു ജനറിക് ഡ്രൈവർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിടുന്നത് ഓക്കെയാണ്. നമ്മളത് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ആക്ച്വൽ വേ എന്നുള്ളത്. അപ്പോൾ ഇവിടെ APB2 കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ ആഡ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഇതെല്ലാം കാണിച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. തൽക്കാലം ഞാൻ എൻ്റെ കോഡിനകത്ത് ഈ GPIO-യുടെ മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ GPIO-യിൽ എന്തൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കണം. സോ നമ്മളൊരു GPIO-യുടെ ഒരു രജിസ്റ്റർ ഡെഫിനിഷൻ സ്ട്രക്ചറാണ് ഇനി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇതൊന്നും എടുക്കാം, നമ്മുടെ റെഫറൻസ് മാനുവൽ ഒന്ന് എടുക്കാം. സോ റെഫറൻസ് മാനുവലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി തന്നെ GPIO-യുടെ ഒരു ഡ്രൈവർ ഡെവലപ്പ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്ത് പോകാം. ഇപ്പോൾ നിങ്ങൾ പാരലി തന്നെ ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്തിട്ട് വരിക കേട്ടോ. I2C SP എല്ലാം ആഡ് ചെയ്തിടുക. ഞാനത് സെപ്പറേറ്റ് ഇപ്പോൾ ഒരു എല്ലാം കൂടെ കമ്പൈൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വേറെ ഫയലിനകത്താണ് ഇപ്പോൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദി എൻഡ് ഇതിനകത്തോട്ട് മാറ്റാം. ഇപ്പോൾ GPIO-യുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറയാം. സോ ഈ ഒരു സെക്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് മാനുവൽ എടുത്തു. നമ്മുടെ മെമ്മറി മാപ്പിനകത്തുള്ള ഈ ഒരു സെക്ഷനകത്ത് പോയി കഴിഞ്ഞാൽ GPIO രജിസ്റ്റർ മാപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ GPIO രജിസ്റ്റർ മാപ്പ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ GPIO-ക്കകത്ത് തന്നെ ഒരുപാട് രജിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കുറേ അധികം രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അതായത് മോഡാർ രജിസ്റ്റർ ഉണ്ട്, അതേപോലെ തന്നെ OType-R രജിസ്റ്റർ ഉണ്ട്, സ്പീഡ്-R രജിസ്റ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഇത് പുൾ ഡൗൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് PUPDR എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ഉണ്ട്, ഇൻപുട്ട് ഡാറ്റ രജിസ്റ്റർ ഉണ്ട്, ഔട്ട്പുട്ട് ഡാറ്റ രജിസ്റ്റർ ഉണ്ട്, BSRR ഉണ്ട്, LCKR ഉണ്ട്, AFRL ഉണ്ട്, AFRH ഉണ്ട്. ഇങ്ങനെ ഒരുപാട് രജിസ്റ്റേഴ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ കോഡിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് ഈ രജിസ്റ്റേഴ്സ് വർക്കാവുന്നത്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ കോഡ് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും അധികം GPIO പോർട്ട്സ് ഉണ്ട് അല്ലേ. ABCDEFGH ഇത്രയും പോർട്ട് ഉണ്ട്. അപ്പോൾ GPIO-Aയുടെ ബേസ് അഡ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ GPIO-Aയിൽ തന്നെ ഇത്രയും രജിസ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് GPIO-Bയിൽ ഉണ്ടാവും, GPIO-Cയിൽ ഉണ്ടാവും, GPIO-Dയിൽ ഉണ്ടാവും, Eയിൽ ഉണ്ടാവും, Fയിൽ ഉണ്ടാവും, Hയിൽ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ GPIO-Aയുടെ ഈ മോഡാർ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് എന്തായിരിക്കും? GPIO-Aയുടെ ബേസ് അഡ്രസ് പ്ലസ് ഈ ഓഫ്സെറ്റ് ആയിരിക്കും. GPIO-Bയുടെ ബേസ് അഡ്രസ് പ്ലസ് ഈ ഓഫ്സെറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ GPIO-Cയുടെ PUPDRൻ്റെ എന്ന് പറയുമ്പോൾ GPIO-Cയുടെ ബേസ് അഡ്രസ് പ്ലസ് ഈ ഓഫ്സെറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ മറ്റേ മാക്രോ നമ്മൾ ചെയ്ത പോലെ നേരത്തെ ബേസ് അഡ്രസ്സസ് എല്ലാം ഡിഫൈൻ ചെയ്ത പോലെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ നമ്മളിവിടെ വേറൊരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ C പ്രോഗ്രാമിംഗ് പറഞ്ഞ സമയത്ത് എന്താ പറയുക, നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റാസിനെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രക്ചേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഞാൻ ഈ രജിസ്റ്റേഴ്സിനെ എല്ലാം ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എൻ്റെ രജിസ്റ്റേഴ്സ് എല്ലാം ഞാനൊരു സ്ട്രക്ചറിനകത്തായിട്ടായിരിക്കും ഇടുക. എന്നിട്ട് എനിക്കൊരു സ്ട്രക്ചർ പോയിൻ്റർ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ടായിരിക്കും ഞാൻ അതിൻ്റെ അഡ്രസ്സിനകത്തോട്ട് പോകുന്നത്. അവിടുന്ന് ഈ ഓഫ്സെറ്റ് കയറ്റിയിട്ടായിരിക്കും ഏത് ലൈക്ക് GPIO-Aയുടെ മോഡാർ രജിസ്റ്റർ ആണോ GPIO-Bയുടെ മോഡാർ രജിസ്റ്റർ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇനീഷ്യലി ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇതെല്ലാം ഒരു 32-bit രജിസ്റ്ററാണ്. മോഡാർ രജിസ്റ്റർ 32-bit ആണ്. എല്ലാ രജിസ്റ്റേഴ്സും ഒരു 32-bit രജിസ്റ്ററായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ചിലത് 32-bit ഇല്ല, ചിലതൊരു 16-bit ഉള്ളൂ, ബാക്കിയുള്ളത് റിസർവ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 32-bit കോൺഫിഗറേഷനാണ്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് രജിസ്റ്റർ ഇവിടെ കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ uint32_t ഇത് 32-bit ആണ് എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തു. ആൻഡ് നമ്മുടെ ഫസ്റ്റ് രജിസ്റ്റർ വരുന്നത് മോഡാർ രജിസ്റ്ററാണ്. ഓക്കെ, സോ ഞാൻ മോഡാർ രജിസ്റ്റർ കോപ്പി ചെയ്തു. മോഡാർ രജിസ്റ്റർ ഞാനിവിടെ ഇട്ടു. ഓക്കെ,
നമുക്ക് ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഞാനപ്പോൾ തന്നെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം വീണ്ടും. കൊടുത്തു. ഇനി അടുത്ത രജിസ്റ്റർ വരുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അടുത്ത രജിസ്റ്റർ എവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ഓഫ്സെറ്റ് എവിടെയാണ് ചേഞ്ച് ആവാൻ നോക്കാം. ഇപ്പോൾ ഈ ഒരു രജിസ്റ്റർ മാപ്പിനകത്ത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് GPIO A മോഡാർ രജിസ്റ്ററാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് യൂസറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവർ കൊടുത്താണ് GPIO B മോഡാർ രജിസ്റ്റർ ഇങ്ങനെയാണ്. ഇനി GPIO H മോഡാർ രജിസ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് ഈ H വേണമെങ്കിൽ CDEFGH ഏത് വേണമെങ്കിലും ആവാം എന്നുള്ള നല്ല രീതിയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഏത് പോർട്ടാണോ ആ പോർട്ടിലെ മോഡാർ രജിസ്റ്റർ എന്ന് പറയുന്നത് ആ ബസ്സിലെ അല്ലെങ്കിൽ ആ GPIO പോർട്ടിൻ്റെ ബേസ് അഡ്രസ്സിൽ നിന്ന് 00 കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ 00 ഓഫ്സെറ്റിൽ. അതായത് ആ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് മോഡാർ രജിസ്റ്റർ ആയിരിക്കും ആ പോർട്ടിൻ്റെ. ഓക്കെ. ഇനി ഈ ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യുന്നത് ബേസിക്കലി ഇവിടെയാണ് 0804 ചേഞ്ച് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് O type R രജിസ്റ്ററാണ്. സോ നമ്മുടെ അടുത്ത രജിസ്റ്റർ ഈ രജിസ്റ്ററാണ്, O type R രജിസ്റ്ററാണ്. അത് ഞാനിവിടെ ഇട്ടു. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് O speed R രജിസ്റ്റർ ഉണ്ട്. സോ അത് ഞാൻ കോപ്പി ചെയ്തു. അടുത്തത് ഞാൻ അതാണ് കൊടുക്കാൻ പോകുന്നത്. ആൻഡ് പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഓഫ്സെറ്റ് സെയിം ആണ്. പിന്നെ ഓഫ്സെറ്റ് ചേഞ്ച് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഞാൻ PUPDR എടുത്തു, അത് ഇവിടെ കൊടുത്തു. ആൻഡ് PUPDR ഇങ്ങനെ പോയി, PUPDR ആൻഡ് IDR കോപ്പി ചെയ്തു, IDR ഇവിടെ കൊടുത്തു. ആൻഡ് നമുക്ക് ODR ഉണ്ട്, ODR എടുത്തു, ODR ഇവിടെ കൊടുത്തു. പിന്നെ വരുന്നത് BSRR കൊടുത്തു. പിന്നെ LCKR അതും കൊടുത്തു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടു. ആൻഡ് ദാറ്റ് ഈസ് AFR. AFRനകത്ത് രണ്ടെണ്ണം കാണാൻ പറ്റും, AFRL കാണാം, AFRH കാണാം. ഓക്കെ. സോ അതിന് ഞാൻ കോമൺലി ഇങ്ങനെ വിളിക്കുകയാണ്, AFR ഒരു അറേയിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ. ആൻഡ് ഈ സ്ട്രക്ചറിന് ഞാൻ പേര് GPIO രജിസ്റ്റർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. GPIO രജിസ്റ്റർ ഡെഫിനിഷൻ _T എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ ഇവിടെ ബേസിക്കലി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GPIOനകത്തുള്ള എല്ലാ രജിസ്റ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ട്രക്ചറിനകത്തോട്ട് ആക്കി വെച്ചു എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, ഈ രജിസ്റ്ററിനകത്തുള്ള വാല്യൂസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഇപ്പോൾ ഈ മോഡാർ രജിസ്റ്ററിനകത്തുള്ള ഇതിനകത്തുള്ളൊക്കെ വാല്യൂസ് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. സോ കമ്പൈലറിനോട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് വോളറ്റൈലാണ്, ഇത് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് വോളറ്റൈലാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിടാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാ രജിസ്റ്റേഴ്സിനകത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇത് വോളറ്റൈലാണെന്നുള്ളത്. ഞാൻ ഇത് എല്ലാവരുടെയും വോളറ്റൈൽ എന്ന് കൊടുക്കുന്നതിന് പകരം ഒരു അഡീഷണൽ മാക്രോ ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ആൻഡ് അത് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അത് ഞാൻ കൊടുക്കാൻ പോകുന്നത് #define _VO വോളറ്റൈൽ എന്ന് വേണ്ടി ഞാൻ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇനി വോളറ്റൈൽ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം എനിക്കിത് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി വോളറ്റൈൽ എന്ന് പറഞ്ഞ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിന് പകരം എൻ്റെ കോഡിംഗ് ഒന്ന് ഇതാക്കാനായിട്ട്, അതായത് ഒന്ന് ഷോർട്ടൺ ചെയ്യാനായിട്ട് ഞാനത് ഇവിടെ അങ്ങനെ കൊടുത്തു. അപ്പോൾ ഞാനത് എല്ലാവരുടെയും അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രജിസ്റ്റേഴ്സ് എല്ലാം ഇവിടെ ഇതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് കൊടുക്കാം. ഞാനിവിടെ കമൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഞാൻ കമൻറ്റ് കൊടുക്കാൻ പോകുന്നത് പെരിഫറൽസ് ഇൻ HB1 ബസ്, അതേപോലെ HB2 ബസ്സിൻ്റെ HB3 ബസ്സിൻ്റെ ഒക്കെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഇതിനകത്താകുമ്പോൾ ഞാൻ അതിങ്ങോട്ട് ആഡ് ചെയ്യാം. ഇവിടെ GPIO രജിസ്റ്റർ ഡെഫിനിഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഈ റെഫറൻസ് മാനുവൽ ഒന്ന് റെഫർ ചെയ്ത് നമ്മുടെ GPIOൻ്റെ രജിസ്റ്റേഴ്സ് ഏതാ നോക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ GPIOൻ്റെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള രജിസ്റ്റേഴ്സിൻ്റെയും കൂടെ ക്രിയേറ്റ്, ഇപ്പോൾ I2C, SPI, sysconfig അതിൻ്റെ എല്ലാം കൂടെ രജിസ്റ്റേഴ്സിൻ്റെ ഒരു സാധനം കൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതും കൂടെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടേക്കുക, ആ ഒരു സ്ട്രക്ചറും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുക. നമ്മളിപ്പോൾ I2C, SPI ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ പ്രിൻസിപ്പിൾ തന്നെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടേക്കാം. സോ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.